സ്വപ്നത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സാധ്യതകൾ വളരെയേറെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലൂസിഡ് ഡ്രീമിംഗ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഈ ലൂസിഡ് ഡ്രീം അല്ലേ മറ്റേ ഒരു റെഡ് ലൈറ്റ് കണ്ണിലടിച്ചുകൊണ്ട് ലൂസിഡ് ഡ്രീമിൽ കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എനിക്കറിയില്ല കേട്ടോ. അറിയില്ല. പക്ഷെ ലൂസിഡ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഡ്രീമിൽ നമ്മൾ അറിയണം, നമ്മൾ ഡ്രീം ചെയ്യണം. നമ്മൾ സ്വപ്നത്തിൽ നമുക്ക് ഒരു തിരിച്ചറിവ് കിട്ടണം. അതായത് നമ്മൾ ഡ്രീമിലാണത്. ആ തിരിച്ചറിവ് കിട്ടുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് ക്രിസ്റ്റഫർ നോളന്റെ ഒരു പടം ഉണ്ടല്ലോ അതുപോലെ, എന്താ പടത്തിന്റെ പേര്? മറ്റേ പ്രസ്റ്റീജ് അല്ല, ഇൻസെപ്ഷൻ കണ്ടുണ്ടോ? അതായത് അവരവരെ സ്വപ്നത്തിൽ പോകും, ആ സ്വപ്നത്തിനുള്ളിൽ വേറെ സ്വപ്നത്തിലും ആ സ്വപ്നത്തിൽ വേറെ സ്വപ്നം, അങ്ങനെ ലെയർ ആയിട്ട്. പക്ഷെ അടിപൊളി പടാ അത്. നമ്മളിപ്പോൾ സ്പോയിലർ ഉണ്ടെങ്കിൽ പടം കണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ കത്തൂല, അങ്ങനത്തെ പടാ. അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തിൽ കുറേ എന്തൊരു പേര് പറയും, ചെക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ സ്വപ്നത്തിലാണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ, സയൻസ് ഉണ്ട്. ആ സയൻസ് വെച്ചിട്ട് നമ്മൾ നോക്കും ഇത് നമ്മൾ സ്വപ്നത്തിലാണോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കയ്യിൻ്റെ വിരലുള്ള എണ്ണം സ്വപ്നത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കയ്യിൻ്റെ വിരലുള്ള എണ്ണം 5 10 ആവൂല. അതെ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതെ, അതായത് നമ്മളിപ്പോ സ്വപ്നത്തിലെ വിചാരിച്ചോ, നമ്മളിപ്പോ ആ സ്വപ്നത്തിൽ നമ്മള് വിരലുണ്ടോ വിചാരിച്ചോ, നമ്മുടെ വിരലിൽ 5 വിരലുണ്ടാവില്ല. ഉണ്ടാവില്ല എന്നാ. അന്നേരം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്വപ്നം. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയവരുടെ ഒരു ഇത് കുറവല്ലേ? അല്ല, അതൊക്കെ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കണം. സബ് കോൺഷ്യസ്, അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടെയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഇത് ഇന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അതിന്റെ. ശ്രമിച്ചിട്ടില്ല സ്വപ്നത്തിലാണോ അല്ലേന്ന് അറിയാം. ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ തന്നെ അടുത്ത് വിചാരിക്കും സ്വപ്നം ആവണേന്ന് വിചാരിക്കും. ഇതിന്റെ ഒരു കേസ് ഉള്ളതാണോ അല്ലെന്ന് അറിയില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒരു റെഡ് ലൈറ്റ് ഉള്ള ഒരു സാധനം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രീമിൽ നമുക്ക് കോൺഷ്യസ്നെസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഡ്രീമിലാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡ്രീമിൻ്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ, അതായത് ഒരാളിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്, ഉള്ളതാണോ എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട. അതായത് പുള്ളിയുടെ ഡ്രീമിൻ്റെ അകത്തേക്ക് പോയി പുള്ളിയുടെ ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് പോയി. അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് പുള്ളിയുടെ ഇമാജിനറി വേൾഡിൽ ഉണ്ടാക്കി അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഡെപ്തിലേക്ക് പോയി. ഈ ഡ്രീമിൽ ഭയങ്കര ഡെപ്തിലേക്ക് പോയി. അപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കുറേ അലർന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് പുള്ളി കാര്യമാക്കിയില്ല. അതായത് പുറത്തും കോൺഷ്യസ്നെസ് ഉണ്ട് പുള്ളിക്ക്, പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കാം പുള്ളിക്ക് ചെറുതായിട്ട്. അപ്പോൾ എന്തോ കാറിന് സൗണ്ടൊക്കെ കേട്ടിട്ടും പുള്ളി ഒന്നും ചെയ്തൊന്നുമില്ല. ലാസ്റ്റ് പുള്ളി ഡ്രീമിൽ നിന്ന് പുറത്തു വരാൻ നോക്കിയിട്ട് ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പുള്ളി പുറത്ത് വന്നപ്പോൾ പുള്ളീനെ ഇങ്ങനെ ശരിക്കും ബെറി ചെയ്തേക്കുമായിരുന്നു. നീ ഇപ്പൊ ഈ പുറത്തുള്ള സൗണ്ട് കേൾക്കുന്നുള്ള പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കടന്ന് ഉറങ്ങുമായിരിക്കും. നല്ല ഉറക്കം, എന്തെങ്കിലും നല്ല വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ടിങ് ടിങ് ഇങ്ങനെ സൗണ്ട് കേൾക്കും. കണ്ണൂർ ഇവൻ പൊമഡോറോ വെച്ച് പഠിക്കുന്നു. ചാടിയ കിടന്നുറങ്ങണ